Welcome to all. I am Satish Kumar. Diploma second semester, Electrical and Electronics, Computer Technology, Electronics and Communication 3 ബ്രാഞ്ചിലേക്കുള്ള ബേസിക് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിന്റെ 4ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് പവർ ആൻഡ് പവർ ഫാക്ടർ മെഷർമെന്റ് യൂസിങ് വാട്ട് മീറ്റർ എന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് 2-3 എക്സ്പെരിമെന്റ് ചെയ്തതെല്ലാം എ സിയിലും ഡി സിയിലുള്ള പാരലായിട്ടുള്ള പവറും വോൾട്ടേജും കറണ്ടും കണ്ടുപിടിക്കുക, അതുപോലെ സീരീസ് സർക്യൂട്ടിനകത്ത് ഉള്ള വോൾട്ടേജും കറണ്ടും കണ്ടുപിടിക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മളെല്ലാം ഉപയോഗിച്ചത് ഒരേ ലാമ്പുകളായിരുന്നു. ഒരു 60 വാട്ട്, ഒരു 100 വാട്ട്, 200 തന്നെയായിരുന്നു. ഇവിടെ നമുക്ക് മാറ്റമൊന്നുമില്ല, അതേ സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ എക്സ്ട്രാ എന്ന് പറയുന്നത് വോൾട്ടേജും കറണ്ടും കണ്ടുപിടിക്കുന്നു, അതോടെ വാട്ട് മീറ്റർ വഴി ഒരു പവർ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിൽ നിന്നും പവർ ഫാക്ടർ എങ്ങനെയാണെന്ന് സ്പ്ലിറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് സർക്യൂട്ടിലേക്ക് പോകാം. അതിനു മുമ്പ് എന്താണ് ഒരു വാട്ട് മീറ്റർ എന്ന് നമുക്കൊരു ഇമേജ് വെച്ച് തന്നെ നോക്കാം. ഇവിടെ ഒരു ഈ P1 P2 എന്നും E1 E2 എന്നൊക്കെ പറഞ്ഞ 2 സാധനങ്ങൾ. അതിനകത്ത് ഈ P1 P2 നിങ്ങൾ 2 കമ്പ്യൂട്ടർ ചെറിയ മെറ്റൽ പ്ലേറ്റ് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയം അത് 2 ലൂസ് ചെയ്തിട്ട് താഴോട്ട് P2 E1 അതുപോലെ P1 E2 തമ്മിലാണ് ഷോർട്ട് ആക്കുന്നതെന്നുണ്ടെങ്കിൽ കറണ്ട്, ഇതിന്റെ വാട്ട് മീറ്ററിന്റെ കറണ്ട് റേറ്റിംഗ് ഇരട്ടിയാവും. അത് ഇപ്പൊ കൊടുത്തിരിക്കുന്ന കണക്ക് അതിനകത്ത് ഹാഫ് ആയിരിക്കും. ഹാഫ് മീൻസ് ഇപ്പൊ നിലവിൽ അതിനകത്ത് വാട്ട് മീറ്ററിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു 5/10 എന്ന് എഴുതിയിട്ടുണ്ട്. ആ 5/10 ഇപ്പൊ കണ്ടീഷനിൽ അത് 5 ഉള്ളൂ. ഇനി അത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടും പാരലൽ കണക്ട് ചെയ്യണമെങ്കിൽ 10 ആംപിയർ കിട്ടും. ഒരു വാട്ട് മീറ്ററിന്റെ കപ്പാസിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ച് 2.55 ആണോ, 510 ആണോ, 1020 ആണോ, എങ്ങനെയാണോ അതുപോലെ. ഓക്കെ, ഇനി ഇതിനകത്ത് മുകളിൽ L, M കോമൺ അങ്ങനെ 3 കാണാം. താഴെ 75 വാട്ട്, 150 വോൾട്ട്, 300 വോൾട്ട് അങ്ങനെ 3 കാണാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്കിനി ഇമേജിൽ നിന്ന് സിമ്പിളിലേക്ക്, റൈറ്റ് സൈഡിൽ കിടക്കുന്ന സിമ്പിളിലേക്ക് പോവാം. അവിടെ നമുക്ക് നോക്കിയാൽ ഒരു MC ഒരു കണക്ഷൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, M-ന്റെയും ഷോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അവിടെ ഒരു ആരോ വന്നിട്ട് ഫ്രം ഫേസ്, അതായത് ഫേസ് വെയർ അവിടെയാണ് കൊടുക്കുന്നത്. ME കൊടുക്കുന്നു, M-ഉം C-യും ഷോർട്ട് ചെയ്യുന്നു. ലെഫ്റ്റിലേക്ക് നോക്കുക, M-ഉം കോമൺ ആ C അത് തമ്മിൽ ഷോർട്ട് ചെയ്യുന്നു. ഇനി ഒരു കറണ്ട് കോയിൽ പോലെ ഒരു ചെറിയ 2-3 ടേൺസ് മാത്രമുള്ള ഒരു കോയിൽ കാണുന്നുണ്ട്. അതാണ് അവിടെ നിന്നിന്റെ അവിടുത്തെ L എന്നൊരു പോയിന്റ് ഉണ്ട്. ആ L-ൽ നിന്നും ഒരു ആരോ മുകളത്തേക്ക് ടു ലോഡ്. അവിടെ നിന്നാണ് നമ്മൾ ലോഡിലേക്ക് കൊടുക്കേണ്ടത്. ഇവിടെ ലെഫ്റ്റ് സൈഡ് ചെയ്തുക, L എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട് സെന്ററിൽ മുകളിലായിട്ട്. അതിലാണ് നമ്മൾ ലോഡിലേക്ക്, നമ്മൾ ഏത് ലോഡാണ് കൊടുക്കുന്നത് ലോഡിലേക്കുള്ള കണക്ഷൻ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് താഴെ നോക്കാം, ഒരു പ്രഷർ കോയിൽ. ആ C എന്നും V എന്നും പറയുന്ന 2 ടേമിലുള്ള ഒരു റെസിസ്റ്റൻസ് വരച്ചിട്ടുണ്ട്, പ്രഷർ കോയിൽ. അത് നോക്കിയേ, M എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് C-ലേക്ക് ഡയറക്റ്റ് ഫേസും വിയിൽ നിന്ന് താഴോട്ട് ആരോ ഒറ്റ ന്യൂട്രലാണ്. അപ്പൊ പ്രഷർ കോയിലിന് അക്രോസ് ഡയറക്റ്റ് സപ്ലൈ ആണ് കൊടുക്കുന്നത്, ഫേസ് ന്യൂട്രലാണ് കൊടുക്കുന്നത്. കറണ്ട് കോയിൽ എന്ന് പറയുന്നത് ആ L വഴി സീരീസ് ആയിട്ട് ലോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് താഴെ M = മെയിൻ, C = കോമൺ, V = വോൾട്ടേജ്, L = ലോഡ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഈ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, സപ്ലൈ നേരത്തെ 220 വോൾട്ട് സിംഗിൾ ഫേസ് AC സപ്ലൈ വരുന്നുണ്ട്, 50 ഹെർട്സ് ആണ്. പാരലായിട്ട് ഒരു വോൾട്ട് മീറ്റർ 300 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു 5 ആംപിയറിന്റെ MI. നമ്മൾ നേരത്തെയുള്ള സർക്യൂട്ട് ഡയഗ്രാം തന്നെ എക്സ്ട്രാ വന്നിരിക്കുന്നത് ഒരു 300 വോൾട്ട് 5 ആംപിയറിന്റെ UPF വാട്ട് മീറ്റർ ആണ്. UPF മീൻസ് യൂണിറ്റി പവർ ഫാക്ടർ. 2 ടൈപ്പ് വാട്ട് മീറ്റേഴ്സ് ഉണ്ട്, LPF-ഉം UPF-ഉം. LPF എന്ന് പറഞ്ഞാൽ ലോ പവർ ആണ്, അത് ഇൻഡക്റ്റീവ് കോയിൽസ് വരുന്നതാണ്. ഇവിടെ നമുക്ക് UPF ആണ്, യൂണിറ്റി പവർ ഫാക്ടർ. അതുകൊണ്ട് തന്നെ അതിന്റെ ഈ വാട്ട് മീറ്ററിന്റെ പവർ ഫാക്ടർ എന്നാണ് UPF എന്ന് പറഞ്ഞാൽ 1 എന്നാണ്. ഇനിയിപ്പോ നമുക്ക് നോക്കാം, ലാമ്പുകളെല്ലാം പാരലാണ്. നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞ സർക്യൂട്ട് ഡയഗ്രാം തന്നെ M-ലും L-ലും കോമൺ ആയിട്ട് ഷോർട്ട് ചെയ്തിട്ട് അമ്മീറ്റർ വഴിയുള്ള ഫേസ് കൊടുത്തിട്ടുണ്ട്. L-ൽ നിന്നാണ് നമ്മൾ ലാമ്പിലേക്ക് പോകുന്നത്, അതായത് ലോഡിലേക്ക് പോകുന്നത്. V ആണ് നേരെ നെഗറ്റീവ് അല്ലെങ്കിൽ ന്യൂട്രലിലേക്ക് പോകുന്നത്. ഓക്കെ, ലോഡ് ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തു. ഇതാ നമ്മുടെ ബോർഡ് ഇവിടെ കാണാം. ഞാനൊരു ആരോ കൊടുത്തിരിക്കുന്നത്, നമ്മൾ നേരത്തെ ഒരു SPST സ്വിച്ച് കണ്ടുപിടിച്ചു, നൈഫ് സ്വിച്ച്. ഇവിടെ DPST ആണ്, DT ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ DPST ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഫേസും ന്യൂട്രലും ഒരേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ബൾബുകൾ എന്ന് പറയുന്നത് 60 വാട്ട്, 100 വാട്ട്, 200 വാട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം, ഒരു വാട്ട് മീറ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു 300 വോൾട്ടിന്റെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, 5 ആംപിയറിന്റെ അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് DPST ഞാൻ നമ്മൾ സൂം ചെയ്ത് കാണിക്കുകയാണ്. നമുക്ക് ആ DPST
അപ്പൊ DP-DT ആണ്, നമുക്ക് അപ്പുറത്തോട്ട് പോകുന്നില്ല, ഇപ്പുറത്തോട്ട് ഒരു സൈഡിലേക്ക് മാത്രമേ ഡയറക്ഷനിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ DP-ST ഡബിൾ പോൾ സിംഗിൾ. ഇവിടെ നമുക്ക് നോക്കാം, ഞാനിപ്പോ സ്വിച്ച് ഓൺ ചെയ്തു, ആരോ കാണിച്ചിട്ടുണ്ട്. ഞാൻ ആ DP-DT DP-ST ഓൺ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് എല്ലാം കത്തി. നമ്മുടെ വോൾട്ട് മീറ്റർ റീഡിംഗ് നോക്കി ഏകദേശം 250 250. ഇപ്പൊ നമ്മളെ മൊബൈലിന്റെ ക്യാമറയുടെ ഇതുകൊണ്ടാണ്, ചെരിവ് കൊണ്ടാണ് 250ഓളം വോൾട്ട് ഇവിടെ നമുക്ക്. അമ്മീറ്റർ ഏകദേശം 1.5 അടുപ്പിച്ചുള്ള റീഡിംഗ് കാണിക്കുന്നു. വാട്ട് മീറ്റർ ഏകദേശം 200 ആൻഡ് അബവ്, 200 അല്പം മാറിയുള്ള വോൾട്ട് മീറ്റർ കാണിക്കുന്നുണ്ട്. താഴെ കാണുന്നതല്ല, മുകളിലത്തതാണ്. താഴെ നമ്മൾ വിടുക. അപ്പൊ നമ്മുടെ 200 വോൾട്ട്. ഇപ്പൊ ഒറിജിനൽ റീഡിംഗ് ഇതല്ല, ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അഥവാ MF നമ്മൾ ഇതിനകത്ത് ഈ കിട്ടുന്ന റീഡിങ്ങിന്റെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമ്മൾ ലാസ്റ്റിൽ നമ്മൾ പഠിക്കും എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നതെന്ന്. ഓക്കെ, നമുക്ക് കറണ്ട് I നമുക്ക് അമ്മീറ്ററിൽ നിന്ന് കിട്ടിയ റീഡിംഗ് ആണ്. വോൾട്ടേജ് V വോൾട്ട് മീറ്ററിൽ നിന്ന് കിട്ടിയ റീഡിംഗ് ആണ്. പവർ P എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ആ വാട്ട് മീറ്ററിൽ നിന്ന് കിട്ടുന്ന റീഡിംഗ് ആണ്. ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റിൽ പറയാം. ഇനി അല്ലാതെ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ പവർ ഇൻ ദ സർക്യൂട്ട് വോൾട്ടേജ് V ഇൻറ്റു കറണ്ട് I. ഓക്കെ, ഇത്രയും വാട്ട്സ്. ഇനി നമുക്ക് എങ്ങനെയാണ് ആ പവർ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, ഇതിനകത്ത് നിന്ന് പവർ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഈ ഇക്വേഷനിൽ പവർ ഫാക്ടർ കൂടെ കണ്ടുപിടിക്കുന്നുണ്ട്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വാട്ട് മീറ്റർ റീഡിംഗ് ഡിവൈഡഡ് ബൈ വോൾട്ട് മീറ്റർ റീഡിംഗ് ഇൻറ്റു അമ്മീറ്റർ റീഡിംഗ് എന്നാണ്. അതാണ് നമ്മൾ നേരത്തെ കണ്ട പവർ എന്ന് രണ്ടാമത് എഴുതിയിരുന്നത്. ഓക്കെ, അങ്ങനെയാണ് പവർ ഫാക്ടർ കോസ് ഫൈ ആണ്. പവർ ഫാക്ടർ കോസ് ഫൈ ഈസ് ഈക്വൽ ടു പവർ P ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ് ഫൈ ഈസ് ഈക്വൽ ടു നമ്മൾ ആ വാട്ട് മീറ്റർ റീഡിംഗിൽ കണ്ട അത്രയും വാട്ട്സ് ഡിവൈഡഡ് ബൈ വോൾട്ട് മീറ്റർ കണ്ട റീഡിംഗ് ഇൻറ്റു അമ്മീറ്റർ കണ്ട റീഡിംഗ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. ഞാൻ പറഞ്ഞു ആ വാട്ട് മീറ്ററിൽ കണ്ട റീഡിംഗ് ഒറിജിനൽ അല്ല. അതിന് ഒറിജിനൽ റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആ കിട്ടുന്ന റീഡിംഗ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ്. ഓക്കെ, അത് എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. കണക്റ്റഡ് വോൾട്ടേജ് ഇൻറ്റു കണക്റ്റഡ് കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ ഡിവൈഡഡ് ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. കണക്റ്റഡ് വോൾട്ടേജ് നമ്മൾ ആ വാട്ട് മീറ്ററിൽ ആദ്യം കണ്ടായിരുന്നു ഒരു 75 വോൾട്ട്, 150 വോൾട്ട്, 300 വോൾട്ട്. നമുക്കിവിടെ 220 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ 300 നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ കണക്റ്റഡ് വോൾട്ടേജ് എന്നുള്ളത് എത്രയാണ്? 300 ആണ്. ഇൻറ്റു കണക്റ്റഡ് കറണ്ട് നമ്മൾ പറഞ്ഞു 5 ആമ്പിയർ 10 ആമ്പിയർ രണ്ടിലാണ്. അതിനകത്ത് നമുക്കവിടെ ആദ്യത്തെ 2 ലിമ്പ് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു, 4 പാരലൽ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പൊ നമ്മൾ 5 ആമ്പിയറേ ഉള്ളൂ. മറ്റത് 10 ആമ്പിയർ ആണ് 4 കണക്ട് ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ ഇവിടെ 300 ഇൻറ്റു 5 ഇൻറ്റു പവർ ഫാക്ടർ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. UPF യൂണിറ്റി പവർ ഫാക്ടർ വാട്ട് മീറ്റർ ആയതുകൊണ്ട് പവർ ഫാക്ടർ ഇവിടെ 1 ആണ്. അപ്പം 300 ഗുണം 5 ഗുണം 1 ഡിവൈഡഡ് ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. നമ്മൾ അതിനകത്ത് എത്രയാണോ നമ്മൾ അവിടെ കണ്ടത് ആ റീഡിംഗ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഇപ്പൊ നമ്മൾ 300 അവിടെ നമ്മൾ 750 ആണ് കണ്ടതെന്നുണ്ടെങ്കിൽ 300 ഗുണം 5 1500 ഇൻറ്റു 1 1500 ഡിവൈഡഡ് ബൈ 750 എന്ന് പറയുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 2 ആവും. 750 പകരം 375 ആണെങ്കിൽ 4 ആവും. 1500 ആണെങ്കിൽ 2 ആവും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആ വാട്ട് മീറ്ററിൽ എത്രയാണോ റീഡിംഗ് കിട്ടിയത് അതേ ഗുണം ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ ഒറിജിനൽ റീഡിംഗും കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക. നിങ്ങളുടെ സെയിം കാറ്റഗറിയിലുള്ളവർക്കായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ താങ്ക് യു.